തായ് മസാജ് വേണോ? തായ് മസാജ് വേറെ അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോയാൽ. എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ പോകുന്നേ? പോപ്കോൺ പോപ്കോൺ പോപ്കോൺ. നമ്മൾ ഇനിയിപ്പോ പോകാൻ പോകുന്നത് ഈജിപ്തിലേക്കാണ്. നമുക്ക് ഈജിപ്റ്റ് ഒന്ന് കണ്ടിട്ട് എടുക്കാം. അയ്യോ ഞങ്ങളുടെ തുമ്പിലെ കാറില്ല ഉമ്മേ. മൊറോക്കോ. നെക്സ്റ്റ് മൊറോക്കോ. മൊറോക്കോ മൊറോക്കോയിലാണ് പോകുന്നത്. ഇവിടെ സാധനം കണ്ടോ ഗൈസ്? എടാ അബി മൊറോക്കോ എന്ന് ജസ്റ്റ് ഒന്ന് കണ്ണും മുഖം. മൊറോക്കോയിലെല്ലാം ഡ്രസ്സുകൾ മാത്രമേ ഡ്രസ്സിങ്സ് കാര്യങ്ങള് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അവിടെ കയറുന്നില്ല, അവിടെയും കയറുന്നില്ല. ഇന്ത്യയുടെ അതെ ഇന്ത്യയിലേക്ക് നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് കവർ ചെയ്ത് പോവാം. കാരണം നമുക്ക് പ്രാവശ്യം കൂടെ വരണുണ്ട്. കുറച്ച് പിന്നെ അതേപോലെ റൈഡ്സ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ വരണുണ്ട്. നെക്സ്റ്റ് നമ്മൾ എപ്പോഴാണ് വരുന്നത്? നെക്സ്റ്റ് നമ്മൾ എന്താ ചോദിച്ചാൽ നെക്സ്റ്റ് എവിടേക്കാന്നല്ലേ? അല്ല, നെക്സ്റ്റ് നമ്മൾ ഇവിടെ എപ്പോഴാ വരാൻ പോണത്? നമ്മള് വരും ഒരു ദിവസം. കൈ നിറയെ ഇവിടെ ഷോപ്പിംഗ് കൾച്ചറൽ ആയിട്ടുള്ള ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. പക്ഷെ എക്സ്പെൻസ് ഉണ്ട്. നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണ്ടേ? സോ ആഫ്രിക്കയിലെ സാധാരണക്കാരായതുകൊണ്ട് നമ്മള് 30 രൂപയുടെ ദിറം കൊടുത്ത് 30 ദിറംസ് കൊടുത്ത് നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് കയറി ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി, എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളും ഞങ്ങളോടൊപ്പം എൻജോയ് ചെയ്യുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. റസ്മിൻ ബൈ കണ്ടിന്യൂ. ഇന്ത്യയിലേക്ക് പോവാ. ഇടയ്ക്ക് വേണമെന്ന് പോസ് ചെയ്തോട്ടാ. പോസ് ചെയ്യുന്നുണ്ട്. ഓ ലുക്ക് അറ്റ് ദാറ്റ് നൈറ്റ് ലൈറ്റിംഗ്. ജോർദാന്റെ ലൈറ്റിംഗ് നോക്കി. നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. തുമ്പി ചൈനയുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് ഇറങ്ങി. ലെബനാൻ ഉണ്ട്, ഖത്തർ ഉണ്ട്, ചൈന ഉണ്ട്, പലസ്തീൻ ഉണ്ട്. ഇതേതാ എവിടെ? ജോർദാനാണ്. എന്തായാലും ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എന്നാൽ പോലും നമ്മള് ഓൾമോസ്റ്റ് മാക്സിമം. പക്ഷെ ഇത് ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാ. ഓ എനിക്ക് ആ റൈഡിലൊക്കെ കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇനിയും ഒരു ദിവസം വരണുണ്ട്. ചെൽസിയുടെ ഡെഡിക്കേഷൻ നിങ്ങൾ നോക്കണം. അതായത് ഗ്ലോബൽ വില്ലേജിൽ വരാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് ചെൽസിയുടെ കണ്ണുകൾ കൊണ്ട് ആസ്വദിക്കാൻ ക്യാമറകൾ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അത് പതിച്ചുകൊണ്ടിരിക്കാൻ ക്യാമറ. അയ്യോ അപ്പൊ ഞാൻ കാര്യം പറയട്ടെ, എനിക്കില്ലേ ഇത് ഇവര് അതേപോലെ തന്നെ ചെയ്തു വെച്ചേക്കുന്നുണ്ട്. അത്ഭുതം അല്ലെ? ഓരോ രാജ്യത്തിനാണെങ്കിലും നോക്കിയാ ലൈറ്റിംഗ് ഒക്കെ വരുമ്പോ ഇറാനൊക്കെ നോക്കിയാൽ ലൈറ്റിംഗ് വന്നപ്പോ എന്ത് ഭംഗിയാ നോക്കിക്കേ. രക്ഷയില്ലാത്ത സ്പോട്ട് ഇട്ടാ, ഒന്നും പറയാനില്ല. രക്ഷയില്ല ഗൈസ്. ദുബായിലുള്ളവര് UAE ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അറിയില്ല. മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ നോക്കാം. ഇനി ഒരു പ്രാവശ്യം കൊണ്ട് വരുമ്പോഴത്തേക്കും റൈഡ് കാര്യങ്ങളൊക്കെയും പിന്നെ ഞങ്ങൾ കയറാത്ത സ്ഥലങ്ങളും കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ റീൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കൈ ആക്ഷൻ. ചൈനയിൽ പോവാം. അപ്പൊ നമുക്ക് കൊറിയ ഉണ്ടെങ്കിൽ കൊറിയയിലും പോണം. കൊറിയനെ കണ്ടില്ല. ഇവിടുന്ന് പോണേന് മുന്നേ നമ്മൾ കൊറിയയിലും കയറിയിട്ട് പോവുള്ളൂ. എന്താണോ ചൈനയുടെ ഇടയിൽ കൂടെ നമ്മൾ കൊറിയനെ കണ്ടു. ചൈനയുടെ ഇടയിൽ കൂടെ നമ്മൾ കൊറിയനെ കണ്ടു. നമ്മള് ചൈന കഴിഞ്ഞിട്ട് നമ്മൾ കൊറിയയിലോട്ട് പോകും. നമ്മൾ ഒരുപാട് യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ചൈനയിലും കൊറിയയിലൊക്കെ എത്തിപ്പറ്റുള്ളൂ. ട്രാവൽ ചെയ്യാതെ നമ്മള് എനിക്കും അബിക്കും കുറച്ച് ആക്രാന്തം കൂടുതലായതുകൊണ്ട് ചൈനയിലോട്ട് ഷോർട്ട് കട്ട് വഴി കയറിക്കൊണ്ടിരിക്കുകയാണ്. അവർ വന്നിട്ടുണ്ടാകുന്നൊന്നും നോക്കണില്ല. അവരിവിടെ മിസ്സിംഗ് ആണോ? ദേവനുണ്ട്. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ചൈനയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചൈന കാണണമെന്ന് വലിയ ആഗ്രഹം കുറച്ചേ ഉള്ളൂ, എന്നാലും കൊറിയ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്കൊന്ന് പോവാം. ഇതിൻ്റെ ഉള്ളിലോടെങ്കിലും ഒന്ന് കയറി ആസ്വദിക്കട്ടെ, മനസ്സമാധാനം വരട്ടെ. അയ്യോടാ, എൻട്രൻസ് ഇതായിരുന്നോ? ഞങ്ങൾ ഷോർട്ട് കട്ട് കയറിയിട്ട് എൻട്രൻസ് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഫൈനലി വി റീച്ച്ഡ്. അയ്യോ, ഇവിടെ ഇതൊക്കെ തന്നെ ഉള്ളൂ. നോക്കണേ, നോ വീഡിയോയാ? അങ്ങനെ മാത്രമല്ലേ? പോയേ ആന്നും കുഴപ്പമൊന്നുമില്ല.
കുറേ ബ്യൂട്ടി ഐറ്റംസ്. ഹായ് കുഞ്ഞു കുഞ്ഞു പാവകൾ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ മിനി. അതൊക്കെ നമ്മുടെ ഇവിടെ കിട്ടുന്ന സാധനം തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. ടീഷർട്ട് എന്തോ റേറ്റ്. അപ്പം ഇതൊക്കെ ഇപ്പം നമ്മുടെ എവിടെയും കിട്ടും ഗൈസ്. ഏതാ ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ എവിടെയും കിട്ടും. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇവിടെ പേര് കണ്ടോ, പേര് നമുക്ക് വേണമെങ്കിൽ വന്ന് എൻജോയ് ചെയ്യാം. ചൈന ഫോട്ടോ എടുത്താലോ? ഇവിടെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് വെച്ചാൽ നല്ല കുഞ്ഞു കുഞ്ഞി വാള്, അത് ഇത് ബാക്കിയെല്ലാം നമ്മളവിടെ കിട്ടും. പക്ഷെ കാണാൻ കൊള്ളാട്ടോ. ഫോട്ടോ തകൃതിയായിട്ട് നോക്കിയിരിക്കുന്നുണ്ട്. റസ്മിൻ ബോയ് എടാ നമ്മള് നത്തിങ് സ്പെഷ്യൽ. ചെൽസിയ, എനിക്ക് ഒരു ദിവസം ഇത്രയും രാജ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ടയർഡായി. നമുക്ക് ഇനി എന്റർടൈൻമെന്റ് ഭാഗത്ത് അതെ കൊറിയയിലോട്ട് പോയിട്ട് നിങ്ങൾ എവിടെ പോകുള്ളൂ? അയ്യോ കൊറിയ പോണം. കൊറിയയിൽ നമ്മൾ കൊറിയയിൽ പോയപ്പോൾ തമിഴിൽ എന്ത് ഓർക്കണം? ചെൽസിയ ആദ്യമായി കൊറിയയിൽ പോയപ്പോൾ ചെൽസിയ സ്ഥിരമായി ചെൽസിയ പറഞ്ഞോളൂ. ചെൽസിയ കൊറിയയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. കൊറിയയില് എന്തിനാ ചെൽസിയ കൊറിയ പോയത്? ഞാൻ ഇന്റർനാഷണൽ ബേസ്ബോൾ കളിക്കാൻ വേണ്ടിട്ട് പോയതാണ്. എനിക്ക് അത്ര ക്രൈസ് ഉണ്ടായിരുന്നില്ല, ഞാൻ ഓർത്തില്ല. റിഗ്രറ്റ് ചെയ്യുന്നു ഞാൻ ആലോചിച്ചില്ല. ഇപ്പൊ ഫുൾ ടൈം കൊറിയൻ സീരീസ് അല്ലേ കാണാൻ? എല്ലാം വീഡിയോസ് ഞാൻ ഇന്നലെ കൂടി കണ്ടല്ലോ. കൊറിയൻ സീരീസ് ഇരുന്ന് കാണുന്നേ എല്ലാം കാണാറില്ല. ഓക്കെ, നമ്മളിപ്പോ ചൈന വഴി ഒമാൻ വഴി കൊറിയയിലേക്ക് പോവുകയാണ് അല്ലേ? എനിക്ക് അങ്ങനെ ഏറ്റവും വലിയ ഇതാക്കി വെച്ചാൽ നമ്മുടെ ഇന്ത്യ അത്യാവശ്യം ഭയങ്കരമായിട്ട് നല്ല സ്പേഷ്യസ് ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അവിടെ അല്ല കൊറിയ, അവിടെ റഷ്യ, അവിടെ. നമുക്ക് എന്റർടൈൻമെന്റ് ഭാഗത്തേക്ക് പോവാം. താല്പര്യമില്ല? വരൂ. ഫസ്റ്റ് കൊറിയ എന്താണല്ലോ നോക്കട്ടെ അവിടെ. ഓക്കെ, ഏതിലാ? കയറാൻ താല്പര്യമുണ്ട് ഗൈസ്, പക്ഷെ കയറാൻ താല്പര്യമില്ല ഗൈസ്. താല്പര്യം. ഓ സൂപ്പർ ആയിരിക്കും, എനിക്ക് ഇങ്ങനെ പറക്കണം. ഞാൻ വരും. ഞാനൊരു പ്രാവശ്യം കൂടി വന്നിരിക്കും ഗൈസ്. ധൈര്യം കാണും. എനിക്ക് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര രസമുണ്ട് കേട്ടോ അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാനായിട്ട്. ശരിക്കും നല്ല രസമുണ്ട്, ഒന്നും പറയാനില്ല. അതെ ക്യാൻഡി മാർക്കറ്റ് ഈ അടിപൊളി. തിരിക്കാൻ നമ്മൾ മാംഗോ ടാങ്കോ കഫേ. ഓ ഞാൻ വിചാരിച്ചു ഒറിജിനൽ ആണെന്നടാ. ഞാനും വിചാരിച്ചു ഒറിജിനൽ വിചാരിച്ചു. അതാ നോക്കാൻ നോക്കട്ടെ. ഇത് ഒറിജിനൽ ആണോ? അല്ല, ഇതായത് പ്ലാസ്റ്റിക്കാ. ഓ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഒറിജിനലാ, ഇതൊക്കെ ഒറിജിനലാ കേട്ടോ. എൻ്റെ അമ്മ 25 AD. ഇത് നമ്മുടെ റൈസ്. മാങ്ങ വായോ. ഓ ഒന്നും പറയല്ല കേട്ടോ, ഒന്നും പറയല്ല. ഇനി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുമ്പോൾ എന്ത് ചെയ്യും നമ്മള്? അതൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. റെയിൽവേ മാർക്കറ്റ് അവിടെ കൊറിയെത്തിയില്ല. നമ്മള് തായ്ലാൻഡ് എത്തണോ? അഫ്ഗാനിസ്ഥാൻ, ജപ്പാൻ, കൊറിയ ബാക്കിലാ. കൊറിയയിലേക്ക് തായ്ലാൻഡ് വഴി കൊറിയ ഓവർ. കൊറിയ കറങ്ങി പോണം. ഓ ഒന്നും പറയല്ല കേട്ടോ. ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല. വരുന്നവരൊരു 2-3 ദിവസത്തേക്കായിട്ട് വരിക. ഗ്ലോബൽ വില്ലേജ് കാണാൻ മാത്രല്ലേ 4 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഫുള്ള് കവർ ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ഒരു 2-3 ദിവസം എടുക്കും. സോ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ശരിക്കും നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. വന്നതിനായിട്ട് റിഗ്രറ്റ് ഇല്ല. സംഭവം അടിപൊളിയാണ്. നമുക്ക് കൊറിയയിലേക്ക് പോവാം. പിന്നെ ഷോർട്ട് കട്ട് നോക്കട്ടെ. ബട്ട് ദിസ് ഇസ് നൈസ് എന്റർടൈൻമെന്റ് സെക്ഷൻ ഒക്കെ. അയ്യോ എന്റെ അമ്മേ, അത്ര ഹൈറ്റിലെത്തുമ്പോഴത്തേക്കും പക്ഷെ നൈസ് അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യണം. തന്തൂരി മക്ത ചായ്. എടാ രണ്ടുപേരും പിന്നെ മിസ്സിംഗ് ആയോ? ഇല്ല, തുമ്പിയുടെ ഹിയർ ഗൈസ്.
നമ്മൾ ഒരു ദിവസം കൊണ്ട് ഏതൊക്കെ രാജ്യങ്ങളിലാണ് കയറിയത്, ഏതൊക്കെ രാജ്യങ്ങളിലാണ്. എനിക്ക് ഈ സാധനത്തിൽ കയറണം ഭയങ്കര ആഗ്രഹമാണ്. ഈ സാധനം കുട്ടികൾക്കുള്ളതാ. അത് മനസ്സിലായി. എടാ അത് കുട്ടികൾ വലിയ ആൾക്കാരുണ്ട്. ആ വലിയ ആൾക്കാർ കുട്ടികളുടെ കൂടെ കയറുന്നതാ. കേക്ക് ഒരു കൊച്ചു കൊറിയെത്തി നമ്മള്. ഓക്കെ ഫേസ് എന്തെങ്കിലും ഒരു കൊച്ചിനെ കടമെടുത്താൽ ഏതെങ്കിലും ഒരു കൊച്ചിനെ കടമെടുത്തിട്ട് നമുക്ക് ഗൈസ് അതിനകത്തോട്ട് കയറാം. പിള്ളേരുണ്ടെങ്കിൽ മാത്രമേ കയറുള്ളൂ. നമ്മള് ജപ്പാനിലോട്ട് കയറി. ഐസ്ക്രീം ആണോ എന്താണെന്ന് അറിയില്ല. ഐസ്ക്രീമാണ്. ഫാൻ എനിക്കും ആയി ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അബി എന്തൊക്കെയോ തിന്നാനൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. നല്ല രസമുണ്ടല്ലോ. സ്പെൻ ഓക്കെ. എവിടെ എന്താ ഉണ്ടാക്കണെന്ന് നോക്കിയിട്ട് വരാം. നോക്കട്ടെ എന്താ ഉണ്ടാക്കണെന്ന്. എന്താന്നൊന്നും മനസ്സിലാവുള്ള എന്നാലും ഒറ്റക്കാക്കിട്ട് പോയി കളഞ്ഞു. അറിയില്ല. നോക്കി നിൽക്കാൻ കണ്ടില്ലേ വാ വിളിച്ചോണ്ട്. ഓക്കെ ഹായ് കാണിക്കണം. ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ ഗൈസ്. ദിസ് ഈസ് കോൾഡ് മോച്ചി ഐസ്ക്രീം. മോച്ചി. റസ്മിൻ യെസ്. നമ്മളെങ്ങോട്ട് പോകും? നമ്മളിനി ചില കുറെ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊറിയയിലേക്കാണ് ഗൈസ്. കൊറിയ തായ്ലൻഡ് തൊട്ടിപ്പുറമാണ് ഗൈസ്. തായ്ലൻഡ് നമുക്ക് വേറൊരു ദിവസം പോവാം. നമ്മൾ റോഡ് ഓഫ് ഏഷ്യ. എന്നാ സംഭവം അറിയില്ല. അമേരിക്കയൊക്കെ ഉണ്ട് കേട്ടോ. അമേരിക്ക നമുക്ക് പിന്നെ ആദ്യം കൊറിയ. അല്ല അമേരിക്ക എനിക്കിപ്പോ താല്പര്യമില്ല. നമുക്ക് കൊറിയയിലേക്ക് പോവാം. ഒരു രക്ഷയില്ല കേട്ടോ. ലൈറ്റ് ഒക്കെ വന്നപ്പോ ഒന്നും പറയാനില്ല ഗൈസ്. ഒരു വിസ്മയം തന്നെ. കൊറിയ വെൽക്കം. കൊറിയ പ്ലീസ് വെൽക്കം ടു കൊറിയ. എന്താ ഇവിടെ പ്രൊട്ടക്ഷൻ ഒക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ ചെൽസിയുടെ സ്വന്തം കൊറിയയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ യു ഹാവ് ഫോട്ടോ ബൂത്ത്. ഫോട്ടോ ബൂത്ത് ഉണ്ട്. ഫോട്ടോ ബൂത്ത് അവളല്ലേ കൊറേ മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ നോക്കിയാ. അബി ഇതൊന്നും നമ്മൾ പ്രത്യേകിച്ച് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇത് വാങ്ങിക്കുന്നില്ല ഗൈസ്. പെണ്ണിലവ പൂ പോയി വൈത്താനേ എനിക്കാകെ ആൾക്കാർ കൂടുതലുള്ളൂ. എവിടെ മിററിൽ നല്ല ഭംഗിന്ന് എല്ലാരും കാണാം. കൊള്ളാം ഗൈസ്. പോലാമാ പോലാം. ഡ്രസ് നോക്ക്. കൊള്ളാല്ലേ? വാ ഒരു മിനിറ്റ്. ഇവിടെ കൂടുതലും ക്യൂട്ട് ഐറ്റംസ് ആണുള്ളത് ഗൈസ്. നോക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല രസമല്ലേ. കുഞ്ഞു കുറെ സാധനങ്ങളുണ്ട്. എനിക്ക് നല്ല ക്യൂട്ടല്ലേ കാണാൻ. അപ്പൊ കൊറിയയിലേക്ക് കുഴപ്പമില്ല. നോട്ട് അലൗഡ്. ഓക്കെ സോറി. അലൗഡ്. കം ഓൺ ലെറ്റ്സ് ഗോ. നോട്ടാവല്ല അലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി എടുത്തു ഗൈസ്. ബാക്ക് പെയിൻ കാര്യങ്ങളുള്ള ആയുർവേദത്തിന്റെ സാധനങ്ങളാണ് തോന്നുന്നത്. ചെൽസി അങ്ങോട്ട് നോക്കുക. കുട്ടികളുടെ സെഷൻ നോക്കിയാ എന്ത് ക്യൂട്ടാണ്. ഫുള്ള് വെള്ളം. അയ്യോ
അയ്യോ രക്ഷയില്ലട്ടോ. കൊറിയ ഡ്രസ്സിങ് ഒന്നും പറയാനില്ല കേട്ടോ. കൊറിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നല്ല ഇതാ. എനിക്ക് തോന്നുന്നു പെർഫ്യൂമാണ് തോന്നുന്നു അവിടെ. പെർഫ്യൂമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ. റൂഡായിട്ട് വരുന്നത് ഫോട്ടോ എടുക്കാൻ ടോയ്സിന്റെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ പോവാ. പുറത്തുനിന്ന് കണ്ടില്ലായിരുന്നു, കൺഫ്യൂസ് വേറെ ആൾക്കാരായിട്ടായിരുന്നു. ഞാനിങ്ങനെ പ്രൊമോഷൻ വർക്ക് അങ്ങനെ കോളേജിൽ ഇപ്പൊ പോകുന്നില്ല. ഇപ്പൊ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഇപ്പൊ ഈ ഒരു എനിക്ക് മീഡിയ റിലേറ്റഡ് ചെയ്യാൻ താല്പര്യം. അപ്പൊ അങ്ങനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. വീഡിയോയിൽ എത്ര ഇതായിട്ട് കിട്ടണമെന്ന് അറിയില്ല. മീൻസ് ആ ലൈറ്റ് ഒക്കെ വന്നിട്ട് ഫുള്ള് നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ലേറ്റായി, എന്നാലും നമുക്ക് അമേരിക്ക കയറാൻ പറ്റും നോക്കാം. റെസ്റ്റോറൻറ്റോട് സംസാരിച്ചു. ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം കണ്ടുണ്ട്. എക്സോ പ്ലാനറ്റ് സിറ്റി. എക്സോ പ്ലാനറ്റ് സിറ്റി. കുറച്ച് വെറൈറ്റി ആട്ടോ. നമ്മൾ ഇത്രയും കണ്ടതിൽ വെച്ച് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. ടിക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കയറണമെങ്കിൽ എനിക്ക് തോന്നുന്നു ടിക്കറ്റ് വേണം. ടിക്കറ്റില്ലാണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. 40 dirhams സെപ്പറേറ്റ് എടുക്കണം. 40-30 dirhams ഒക്കെ, എന്നാലേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം തൽക്കാലത്തേക്ക് നമ്മളിവിടെ വെച്ച് നമ്മളിവിടം വരെ എൻട്രി ആവുന്നുള്ളൂ. നിയോ ഫ്ലൈറ്റ് കുറേ ടിക്കറ്റ് എടുത്ത് കയറണം. അപ്പോൾ ടിക്കറ്റ് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാ കാര്യമില്ല. ഹൈറ്റിൽ പിടിച്ചാൽ അയ്യോ. സ്റ്റേജിൽ എന്തോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. മേ ബി പല കൾച്ചറിൻ്റെയും ഓരോരോ വേർഷൻ വെച്ചിട്ടായിരിക്കാം. നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. ജസ്റ്റ് അത് അപ്പത്തൂടെയാ. ബൈ. റസ്മിൻ വ്ലോഗ് മൈൻഡാണ് പോലും ഇല്ല ഗായ്സ്. ഇല്ല അങ്ങനെ അതുകൊണ്ടല്ല. എനിക്ക് യൂറോപ്പിൽ കയറിയിട്ടൊന്നും ഫീൽ ചെയ്യണില്ല. രസമുണ്ടല്ലേ? വാ എന്റെ ഏരിയയിലേക്ക് വാ ചെൽസിയ. എന്റെ ഫേവറേറ്റ് ഏരിയയിലേക്ക് പോവാം. കാമാ. കൊറിയയിൽ കയറിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊറിയയിലെ ഡ്രസ്സിങ് ആട്ടോ. ഈ ഒന്നും പറയാനില്ല. കൊറിയയിലെ ഡ്രസ്സിങ് പക്ഷെ ഭയങ്കര റേറ്റ് ആണ് പറയുന്നത്. ഇവിടത്തെ മറ്റേ വീഡിയോ എടുക്കല്ലേ. നമ്മളിനി നേരെ ആഫ്രിക്കയ്ക്കാണ് പോകുന്നത്. എവിടെ ആഫ്രിക്ക കാണാനല്ലോ. ഈ ആഫ്രിക്കയ്ക്കാണ് പോകുന്നത്. ചെൽസി ഓൾറെഡി പോയിരിക്കുകയാണ്. ചെൽസിയൊക്കെ എന്തോ ആഫ്രിക്കയിൽ നിന്ന് എന്തോ ബട്ടറോ ജാമോ എന്താ മേടിക്കണ്ടേ ആഫ്രിക്കയിൽ നിന്ന്?
എന്തോ ബട്ടറോ ആ ബോഡി ലോഷൻ പോലെ ബോഡി ലോഷൻ കോസ്മെറ്റിക്സ് എന്തോ ബട്ടറോ ബോഡി ലോഷൻ എന്തോ മേടിക്കാൻ വേണ്ടിയിട്ടാണ് സെൽസിയ ജോൺസൺ പോകുന്നത്. ഗൈസ് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ സ്വന്തം ചങ്കായിട്ടുള്ള ചിപ്പിയെ ഞങ്ങൾക്ക് ഈ ട്രിപ്പിൽ മിസ് ചെയ്യുന്നു. പക്ഷേ യാദൃശികമായി ഞങ്ങൾ ഞാൻ രക്ഷപ്പെട്ടു വിചാരിച്ചേ ഞങ്ങളോട് ഇവിടെ പറഞ്ഞു ബ്രദറിനായിട്ട് കറങ്ങാൻ പോവാണെന്ന്. ബൈ ദ ബൈ ചിപ്പിയുടെ ബ്രദറിനെ കൂടെ ഇത് ബ്രദറിന്റെ ഫ്രണ്ട്, ഇത് ചിപ്പിയുടെ ബ്രദർ. ഹായ്. അപ്പൊ ഇവരായിട്ട് ചിപ്പി കറങ്ങാൻ ഇറങ്ങിയതാണ്. കറക്റ്റ് ഞങ്ങളുടെ മുന്നിൽ. ഓക്കെ അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങളെ ഞാൻ നിങ്ങളുടെ പാട്ടിന് വിടാണ്. യെസ്, അങ്ങനെ നമ്മള് ഗ്ലോബൽ വില്ലേജ് എല്ലാം അത്യാവശ്യം കവർ ചെയ്തില്ലേ? എല്ലാ രാജ്യങ്ങളും കവർ ചെയ്തില്ലേ? എല്ലാ രാജ്യങ്ങളും ഓൾമോസ്റ്റ് കുഴപ്പമില്ലാണ്ട് കവർ ചെയ്തു. യെസ്, ഇത് എന്ത് ശരിക്കും എന്ത് രസം അറിയോ? കുറച്ചുകൂടി ലൈറ്റ് ഒക്കെ വന്നപ്പോ ഭയങ്കര രസമായി. ആ കാണുന്നത് ഇന്ത്യയാണ് കഴിച്ച് ഇന്ത്യയാണ്. അപ്പൊ പറ എങ്ങനെ ഉണ്ടായിരുന്നു? അബി ടയർഡായി. ശരിക്കും നമ്മള് ഒരു 5 മണി കഴിഞ്ഞിട്ട് എത്തിയപ്പോഴേ 7 മണിയായി. നല്ല ടയർഡായി. കുറെ നടന്നു അല്ലേ? 2.5 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് നടന്നു. പക്ഷെ ഇനിയുണ്ട് കുറെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളതൊന്നും കയറിയിട്ടില്ല. അതെ, നമുക്ക് പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ എല്ലാത്തിലും ട്രൈ ചെയ്യും. എല്ലാ ഫുഡും ട്രൈ ചെയ്യാം. നമ്മള് സെറ്റാണ്. ചെൽസിയ വൺ സെറ്റാണ്. ചെൽസിയ ബ്ലോഗ് ചെയ്ത് എന്റെ കൂടെ കൂടി വേറെ ലെവലായിരിക്കാണ്. പ്രൊഫഷണൽ ആയിട്ട്. അബി ടയർഡായി, തുമ്മിയും ടയർഡായി. പിന്നെ തുമ്പിക്ക് ഇന്ന് തിരിച്ച് അജ്മാനിലേക്ക് പോകണം. അപ്പൊ ഭയങ്കര ജാട കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പോണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറ തുമ്മി, എങ്ങനെ ഉണ്ടായിരുന്നു ഗ്ലോബൽ വില്ലേജ് എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചുമ്മാ കളിയാക്കാണ്ട് പറ. നല്ലതായിരുന്നു. ഇവിടെ ഉള്ളവർ എന്തായാലും തീർച്ചയായിട്ടും വരേണ്ട ഒരു സംഭവം അബിയല്ലേ? അബിയുടെ അടുത്തിന് ആദ്യം പോവാത്തത്. അബി ഇൻട്രോവേർട്ട് അബിയാണ്. അത് മാത്രമല്ല അബി ഓൾറെഡി പറഞ്ഞ റെസ്റ്റിന് എന്റെ അടുത്ത് ക്യാമറയും കൊണ്ട് വരരുന്നു. അതുകൊണ്ട് ഞാൻ അബിന്റെ അടുത്ത് വന്നില്ല. ചലിച്ചാ അപ്പൊ ഇനി ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഒരുപാട് എനിക്കൊന്നും അത്യാവശ്യം 1/2 മണിക്കൂറിന് മേലെ ഉണ്ടാവും. എഡിറ്റ് ചെയ്യേണ്ടിയൊക്കെ ഉണ്ടാവും. ചെൽസിയുടെ വ്ളോഗ് കണ്ടിന്യൂസ് ഉണ്ട്. അപ്പോൾ ഗൈസ് പത്രമുള്ളൂ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ UAE ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഗ്ലോബൽ വില്ലേജ് വിസിറ്റ് ചെയ്യണം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അത്രയുള്ള ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് തന്നെ നമ്മൾ പുതിയ ചലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. കുറേ ഇത് പറയാൻ തുടങ്ങിയിട്ട് പക്ഷേ ഞാൻ വരും. ഓക്കെ, ടൈം കിട്ടുമ്പോഴൊക്കെ ഓക്കെ ഗൈസ്, ബൈ.